1000 ആണ്ട് വാഴ്ചയുടെ പഠന പരമ്പരയിലേക്ക് ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരൻ പാസ്റ്റർ ജോസാമുവേൽ. കേൾക്കാം ഈ സന്ദേശം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമേറിയ ഈ ഒരു നല്ല പ്രഭാതം ദൈവവചന പഠനത്തിനായി, പ്രഭാത ചിന്തയുടെ കേൾവിക്കായി നിങ്ങൾ മാറ്റിവെക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഈ പ്രഭാതത്തിലും നിങ്ങളുമായി ഒരുമിച്ച് ഈ പ്രഭാത ചിന്ത പങ്കിടുമ്പോൾ ഒരുപാട് മനസ്സിനെന്തെന്നില്ലാത്ത ആനന്ദവും സന്തോഷവുമാണ്. കാരണം പല വ്യക്തി ജീവിതങ്ങൾ വിളിക്കുകയും ഇതിനെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ആകയാൽ നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഈ പ്രഭാത ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 1000 ആണ്ട് വാഴ്ച, ദ മില്ലേനിയൽ കിങ്ഡം എന്നുള്ള സബ്ജക്റ്റാണ്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ മെസ്സേജ് അയച്ച് ചോദിച്ചത് ഇങ്ങനെയാണ്: ഈ മില്ലേനിയൽ കിങ്ഡം എപ്പോഴായിരിക്കും എന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ അത് പറയുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഈ മില്ലേനിയൽ കിങ്ഡം അഥവാ സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച സ്ഥാപിച്ചത് എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു വീട് പണിയുമ്പോൾ ആ വീടിന് ഫൗണ്ടേഷൻ ആവശ്യമാണല്ലോ എന്നതുപോലെ, എങ്കിലേ അത് നിലനിൽക്കത്തും എന്നതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന ഓരോ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ശേഷം നമ്മൾ ആ വിഷയത്തെക്കുറിച്ചൊക്കെ വളരെ ഗഹനമായ നിലയിൽ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, എൻ്റെ ഉത്തരം പുറകാലെ നമ്മുടെ ഈ ഓരോ വിഷയത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മില്ലേനിയൽ കിങ്ഡം അഥവാ സഹസ്രാബ്ദ വാഴ്ച ദൈവം സ്ഥാപിക്കുവാനുള്ള കാരണം? അപ്പോൾ ആ കാരണത്തെക്കുറിച്ചുള്ള 2 പ്രധാനപ്പെട്ട ചിന്തകൾ കഴിഞ്ഞ പകലും അതിനു മുൻപേ ഉള്ള പ്രഭാതത്തിലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് നീതിയും സമാധാനവുമുള്ള ഒരു ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു 1000 ആണ്ട് വാഴ്ച ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ രാജ്യത്വം അത് ലോകത്തിന് വെളിപ്പെടുത്താനാണ്. രണ്ടാമത്, ഇന്നലത്തെ പ്രഭാതത്തിൽ നമ്മൾ പറഞ്ഞ് നടത്തിയത് ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറ്റേണ്ടതിനാണ്. അപ്പോൾ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ മുൻപേ പറഞ്ഞല്ലോ, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നീതിയും സമാധാനവുമുള്ള ഒരു രാജ്യം ഇവിടെ പടുത്തുയർത്തേണ്ടതിനാണ്. അപ്പോൾ നീതിയും സമാധാനവുമുള്ള ഒരു രാജ്യം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, ഇന്നത്തെ ഭരണകൂടത്തെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് ഒരു നീതിയും ഒരു സമാധാനവും എങ്ങുമില്ല. അവർക്ക് തോന്നിയതുപോലെയാണ് അവർ രാജ്യം ഭരിക്കുന്നതും അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും. ഞാൻ എന്ന ഭാവത്തിലാണ് അവർ കാര്യങ്ങളെയെല്ലാം ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കറപ്ഷൻസ്, അഴിമതി ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. അക്രമങ്ങൾ, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, ബലാത്സംഗങ്ങൾ എന്നുവേണ്ട ഇങ്ങനെയുള്ള അക്രമങ്ങൾ, അഴിമതികളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ക്രിസ്തു ഭരിക്കുവാൻ പോകുന്ന രാജ്യത്തിൽ ഈ പറയപ്പെട്ട യാതൊന്നിനും അവിടെ പ്രവേശനം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയിൽ
അക്രമമില്ലാത്ത, വ്യഭിചാരമില്ലാത്ത, ആഭിചാരമില്ലാത്ത, കുലപാതകമില്ലാത്ത, അസൂയയില്ലാത്ത, ദുർനടപ്പില്ലാത്ത, വിഗ്രഹാരാധനയില്ലാത്ത, പകയില്ലാത്ത, പിണക്കമില്ലാത്ത, പരസ്പരം കലഹിക്കാത്ത, നീതിയോടെ മാത്രം ഭരിക്കുന്ന ഒരു രാജ്യം. എന്തിനാണ് അങ്ങനെ? ഒന്നും കൂടെ പറയാം. അങ്ങനെ ഭരിക്കുവാൻ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു മേഖലയാണ്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്നത്തെ ഭരണകർത്താക്കളുമൊക്കെ അഴിമതിയിൽ ആറാടുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ പ്രത്യേകത, ഒരഴിമതിയും അവിടെ നടക്കില്ല. ഒരു വക്കീലിനും കൈക്കൂലി കൊടുത്തിട്ട് ചെയ്ത കുറ്റത്തെ അട്ടിമറിക്കുവാൻ സാധ്യമല്ല. കാരണം ആ ന്യായാസനം വച്ചിരിക്കുന്നത് നീതിയോടെ ന്യായം വിധിക്കേണ്ടതിനാണ്. ഇവിടെ നീതി കിട്ടാത്തവരും ഇവിടെ മറ്റുള്ളവരിൽ നിന്നും അവഹേളിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കർത്താവ് അതിവേഗത്തിൽ വരും. തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകും. മാത്രമല്ല 1000 ആണ്ട് വാഴ്ച കാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാർക്കും കള്ള ഉപദേഷ്ടാക്കന്മാർക്കും ക്രിസ്തു വിരോധികൾക്കുമൊക്കെ വിരുദ്ധമായി നിൽക്കുന്ന സകലരെയും ഒരു പാഠം പഠിപ്പിക്കുന്ന ഒരു സംവത്സരമായിരിക്കും 1000 വർഷം എന്നുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവ്, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.